നമസ്കാരം. മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറേക്കര എന്ന് പറഞ്ഞ മനോഹരമായ തീരദേശ ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമുഖരായ ഡോക്ടേഴ്സിനെ വാർത്തെടുക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച സ്ഥാപനമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ആ ബ്രില്യന്റിന്റെ സഹായത്തോടു കൂടി ഈ വർഷത്തെ മികച്ച ഒരു റിസൾട്ട് നേടിയിരിക്കുകയാണ് ഈ ഗ്രാമത്തിലെ തന്നെ ആദ്യ പെൺകുട്ടിയായ നിഗ്ന ഹിന്ദ് പറയുന്നത്. സോ നിഗ്നയ്ക്കും ഫാമിലിക്കും നമ്മുടെ കൂടെ ചെറിയ വിശേഷങ്ങൾ പങ്കുവെക്കാം. സോ നിഗ്ന, ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഹൈ സ്കോർ എത്തിച്ചേർന്നപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യവും ഉണ്ടായിരുന്നു, മാർക്ക് എങ്ങനെ ആവുന്നൊക്കെ ഉള്ളതിൽ. ഇവിടെ വന്ന് എക്സാം കഴിഞ്ഞ് കുറച്ച് ദൂരമായിരുന്നു, അപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ രാത്രിയായി. അപ്പോഴാണ് സ്കോറൊക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ ഇത്രയും നല്ല മാർക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. സന്തോഷമായി. ആസ് എ പേരൻസ്, നിഗ്നയുടെ ഈ വിജയത്തിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്താണ്? മാഡം പറഞ്ഞതുപോലെ ഈ പടിഞ്ഞാറക്കര എന്ന് പറയുന്നത് ഒരു തീരദേശ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി നീറ്റിൽ ഇത്രയും അധികം സ്കോർ നേടി വിജയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. പടിഞ്ഞാറക്കരയിൽ തന്നെ ആദ്യത്തെ ഒരു MBBS ഡോക്ടറായി ഞങ്ങളുടെ മകൾ വരിക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമാണ്. മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നാട്ടിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആർദ്രതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല ഡോക്ടറായി വളർന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് എൻട്രൻസിന് വേണ്ടി കോച്ചിങ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പാലാ ബ്രില്യൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം? ഞങ്ങൾ വിവിധ യൂട്യൂബിലൂടെയും മറ്റൊക്കെ പാലാ ബ്രില്യന്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ റിസൾട്ടുകളൊക്കെ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ തന്നെ ഒരു വലിയ വിജയം ബ്രില്യന്റിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ധാരണയ്ക്ക് യാതൊരു പെശകും ഉണ്ടായില്ല. കുട്ടിയോടെ ചെന്നപ്പോൾ എല്ലാ വിധത്തിലും കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കുട്ടിക്ക് കഴിഞ്ഞു. ആ കുട്ടിയെ എല്ലാ വിധത്തിലും ബ്രില്യന്റ് സപ്പോർട്ട് ചെയ്ത് സാമ്പത്തികവും അല്ലാത്ത നിലക്കുമുള്ള എല്ലാ സഹായങ്ങളും ബ്രില്യന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രദേശമാണ് എന്ന് അവിടുത്തെ അധ്യാപകർക്ക് മനസ്സിലായപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധയും കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ഒരു സന്തോഷമാണ് ബ്രില്യന്റിൽ കുട്ടിയെ ചേർക്കാൻ കഴിയാന്നുള്ളത്. സോ മോളുടെ ഈ സന്തോഷത്തിൽ മാമിന് എന്താ പറയാനായിട്ടുള്ളത്? വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും റിസൾട്ട് വന്നതെന്ന് പറയുന്നത്. വളരെ നല്ലൊരു സ്കോറോടുകൂടി മോൾ ഇത്രയും നല്ലൊരു ഇതിൽ റിസൾട്ട് കിട്ടിയതിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും നോക്കി കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും നല്ല ഒരു ആദ്യത്തെ ഒരു ഡോക്ടർ MBBS ഡോക്ടർ ആവാൻ കഴിയുന്നു എൻ്റെ മോള് എന്നുള്ളത് വളരെയധികം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം അഭിമാനം ഉള്ള ഒരു കാര്യമാണ്. 1ാം ക്ലാസ് മുതൽ മോള് പഠിച്ചിട്ടുള്ളത് സർക്കാർ പൊതുവിദ്യാലയത്തിലാണ്. അങ്ങനെ പൊതുവിദ്യാലയത്തിലെ കുട്ടികളൊക്കെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ നേട്ടം വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൂടി കുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. എൻ്റെ മകളിലൂടെ ഞങ്ങളുടെ തീരപ്രദേശത്തുള്ള മറ്റു കുട്ടികൾക്കും എല്ലാവർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനാണ് എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. മോള് പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ മുതലേ പിന്നെ ഈ നീറ്റിന്റെ സമയത്തൊക്കെ ആണെങ്കിലും എങ്ങനെയായിരുന്നു പഠന കാര്യങ്ങളൊക്കെ? പഠന കാര്യങ്ങൾ ചെറുപ്പം മുതലേ മോളുടേതായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ നേരത്തെ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. അതിലൊരു ആവശ്യമില്ല. സ്വന്തമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാനും സ്വന്തമായ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണാനൊക്കെ കഴിയുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വല്ലാതെ കുട്ടിയെ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും എല്ലാ വിധത്തിലും സപ്പോർട്ട് ഞങ്ങളുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് എല്ലാ നിലയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ഡോക്ടർ ആവാന്നുള്ളത് മോളുടെ സ്വന്തമായിട്ടൊരു ആഗ്രഹമാണ്, അതോ മോളെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരുന്നോ ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയത്? അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടില്ല. +2 കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ആണെന്ന് തോന്നി, അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ കിട്ടി. സോ എന്തായാലും ഇനി സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി കുറച്ച് ദൂരം കൂടെ ബാക്കിയുള്ളൂ അല്ലേ? സോ അപ്പം ബ്രില്യന്റെ ഭാഗത്ത് ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും മോൾക്കും മോളുടെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.